വിവിധ നഗരങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായവരുടെ മൊഴി. 2 വർഷം നീണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി അറസ്റ്റിലായ 3 പേരും അഫ്ഗാനിൽ പോയിരുന്നു. ഉകാസ നിർദ്ദേശപ്രകാരമായിരുന്നു അഫ്ഗാൻ സന്ദർശനം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, എത്രത്തോളം നിർണായകമാണ് ഈ പുതിയ കണ്ടെത്തലുകൾ? പോലെ തന്നെ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ ഇപ്പോൾ 6 ഭീകരരെയാണ് രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ NIA ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യലാണ് നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. ഡോക്ടർ മുഷമൽ ഷക്കീർ എന്ന ഒരു ഭീകരനാണ് നിർണായകമായിട്ടുള്ള ഒരു മൊഴി കൊടുത്തിട്ടുള്ളത്. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താനായി പദ്ധതിയിട്ടിരുന്നത് നേരത്തെ തന്നെ പുറത്തു വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗുരുഗാം, നൂർ, അതോടൊപ്പം തന്നെ ഫരീദാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ശേഖരിച്ചിരുന്നു. ഇതിനായിട്ട് ഏതാണ്ട് 26 ലക്ഷത്തോളം രൂപ പുറത്തുനിന്നും സംഘടിപ്പിക്കാതെ ഈ 6 ഡോക്ടർമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇവർ വീതം വെച്ച് വിവിധ ഇടങ്ങളിൽ നിന്നും പണം കണ്ടെത്തി 26 ലക്ഷത്തോളം രൂപ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം 26 ക്വിൻ്റൽ ഫെർട്ടിലൈസർ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചാവേറായി മരിച്ച ഉമർ നബി ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ചാവേറാവുന്നതിന് വേണ്ടി തന്നെ ഈ ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്ന സമയത്ത് ഈ ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വനിതാ ഡോക്ടറാണ് ഈ ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ, അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ള ഡോക്ടർമാരെ കണ്ടെത്തി അത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പിൽ ഒരാളുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ഉണ്ടായിരിക്കുകയും അവിടെ നിന്നുമാണ് ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ നടത്താനായിട്ട് പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നത്. നിലവിലിപ്പോൾ NIA ഈ 6 പേരെയും വിവിധ ഇടങ്ങളിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഓരോ ആളുകളെയും ചോദ്യം ചെയ്യുന്നത് പരസ്പരം ബന്ധമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിൽ നിന്നും ക്രോഡീകരിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പുറത്തു വരുന്നത് ചാവേറായി മരിച്ച ഉമർ നബിയെ കുറിച്ച് തന്നെയാണ്. ഉമർ നബി ചാവേറാകുന്നതിന് വേണ്ടി അങ്ങോട്ട് പണം കൊടുത്തു എന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും സ്ഫോടനങ്ങളും നടത്തുന്നതിന് വേണ്ടി ഫെർട്ടിലൈസറുകൾ വിവിധ കൃഷിയിടങ്ങളിൽ ഗുരുദാം, നൂർ എന്നൊക്കെ പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഈ കൃഷി പ്രദേശങ്ങളാണ്. അവിടെ നിന്നും ഇത്തരത്തിൽ ഫെർട്ടിലൈസറുകൾ ശേഖരിക്കുന്നതിനായിട്ട് വേണ്ടി മുൻകൈ എടുത്തിരുന്നു. 26 ക്വിൻ്റൽ ഫെർട്ടിലൈസർ ശേഖരിച്ചിരുന്നു എന്ന വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. ശ്യാംബാബു കോറോത്ത്.